ആലപ്പുഴയിൽ വാഹനാപകടത്തിൽ മരിച്ച ലക്ഷദ്വീപിലെ ആന്ത്രോത്ത് ദ്വീപ് സ്വദേശി മുഹമ്മദ് ഇബ്രാഹിമിന്റെ മൃതദേഹം കൊച്ചിയിലെത്തിച്ചു. ഖബറടക്കം എറണാകുളം ടൗൺ ജുമാ മസ്ജിദിൽ നടത്തി. ജിജീഷ് കരുണാകരൻ ചേരുന്നു. ജിജീഷ്, അങ്ങേറ്റം ദുഃഖകരമായ ഒരു പര്യവസാനം. 5 ജീവനുകളാണ് പൊലിഞ്ഞിരിക്കുന്നത്. ഇതിൽ ലക്ഷദ്വീപ് ആന്ത്രോത്ത് സ്വദേശി മുഹമ്മദ് ഇബ്രാഹിമിന്റെ മൃതദേഹം കൊച്ചിയിൽ ഖബറടക്കം എറണാകുളം ടൗൺ ജുമാ മസ്ജിദിലാണ് നടത്തിയിരിക്കുന്നത്. മറ്റു വിവരങ്ങൾ. ജിജീഷ്, കേൾക്കാൻ കഴിയുന്നുണ്ടോ? ആലപ്പുഴയിൽ വാഹനാപകടത്തിൽ മരിച്ച ലക്ഷദ്വീപിലെ ആന്ത്രോത്ത് സ്വദേശി മുഹമ്മദ് ഇബ്രാഹിമിന്റെ ഖബറടക്കം ടൗൺ ജുമാ മസ്ജിദിൽ പൂർത്തിയായോ? വിവരങ്ങൾ. രോഹിണി, ഖബറടക്ക ചടങ്ങുകൾ അല്പസമയം മുമ്പ് ആണ് പൂർത്തിയായത്. 3 മണിയോടുകൂടിയാണ് മൃതദേഹം ഇവിടെ എറണാകുളം ടൗൺ ജുമാ മസ്ജിദിലേക്ക് എത്തിച്ചത്. ഉപ്പയും ഉമ്മയും എല്ലാം തന്നെ ഇവിടെ എത്തിയിരുന്നു മകനെ ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി. ലക്ഷദ്വീപിലേക്ക് കൊണ്ടുപോകുമ്പോഴുള്ള ചടങ്ങുകൾ, നിരവധി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. ഒപ്പം എംബാം ചെയ്ത് അടക്കം മൃതദേഹം അങ്ങോട്ട് കൊണ്ടുപോകുമ്പോഴുള്ള ഒരു കാലതാമസം എന്നിവയെല്ലാം കൊണ്ട് തന്നെയാണ് പോസ്റ്റ്മോർട്ടം നടപടികളെല്ലാം തന്നെ പൂർത്തിയായ ആ മൃതദേഹം വേഗത്തിൽ തന്നെ സംസ്കരിച്ചത് ഖബറടക്കുന്ന ഒരു ചടങ്ങുകളിലേക്ക് പൂർത്തിയാക്കിയത്. 3 മണിയോട് ആരംഭിച്ച ഖബറടക്ക ചടങ്ങുകൾ ആദ്യം പ്രാർത്ഥനയോടുകൂടി ആരംഭിച്ചു. അതിനുശേഷം ഖബർസ്ഥാനിൽ ആയിരുന്നു തുറന്നുള്ള ചടങ്ങുകൾ. അവിടെയാണ് ഖബറടക്ക ചടങ്ങുകൾ ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നത്. സുഹൃത്തുക്കൾ അടക്കമുള്ള ആളുകൾ, മുഹമ്മദ് ഇബ്രാഹിമിന്റെ സുഹൃത്തുക്കൾ അടക്കമുള്ള ആളുകൾ ഇവിടെ എത്തിയിരുന്നു. പ്രിയപ്പെട്ട സഹപാഠിയ സുഹൃത്തിനെ അവസാനമായി ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി അവരും എത്തിയിരുന്നു. വലിയ ഒരു ഓർമ്മകൾ അവരുടെ മനസ്സിൽ, ഓരോ കാര്യങ്ങളും മുഹമ്മദ് ഇബ്രാഹിമിനൊപ്പമുള്ള കാര്യങ്ങൾ ഓർത്തെടുക്കുമ്പോൾ അതെല്ലാം തന്നെ വലിയ ഒരു നൊമ്പരമായി തന്നെ മാറുന്നു. ഒരുമിച്ച് പഠിച്ച പലരും എൻട്രൻസിലടക്കം ഒരുമിച്ച് പഠിച്ച ആളുകളാണ്. പഠിക്കാൻ മിടുക്കനായിരുന്നു. ആദ്യ ചാൻസിൽ തന്നെ MBBS എന്ന കടമ്പ കടന്നു. അതിനുശേഷം ആതുര സേവനത്തിന്റെ വഴിയെ നീങ്ങാൻ തന്നെയായിരുന്നു. അത്തരമൊരു പഠിക്കാൻ മിടുക്കനായിരുന്നു. ആതുര സേവനത്തിന്റെ വഴിയെ മുന്നോട്ട് പോകണം എന്ന ഒരു തീരുമാനം തന്നെയായിരുന്നു മുഹമ്മദ് ഇബ്രാഹിം എടുക്കുകയും ചെയ്തത്. അതിന് പിന്തുണയുമായി മാതാപിതാക്കൾ കൂടെ നിൽക്കുകയും ചെയ്തു. അവരെല്ലാം തന്നെ അവർക്ക് ഒരു കാരണവശാലും അല്ലെങ്കിൽ ഒരിക്കൽ പോലും താങ്ങാൻ കഴിയാത്ത ആ വലിയ വേദനയുടെ വാർത്ത തന്നെയാണ് ഇന്നലെ അപകടമായി ഉണ്ടായത്. KSRTC ബസ്സും ഒപ്പം തന്നെ കാറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 5 മെഡിക്കൽ വിദ്യാർത്ഥികൾ, ആലപ്പുഴ 5 മെഡിക്കൽ വിദ്യാർത്ഥികളുടെ മരണമെന്ന് പറയുന്നത് സഹപാഠികളെ സംബന്ധിച്ചിടത്തോളം എല്ലാം തന്നെ ഒരു ഉൾക്കൊള്ളാൻ ഇപ്പോഴും, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആഘാതത്തിൽ നിന്ന് അവർക്ക് മാറാൻ കഴിയുന്നില്ല. അങ്ങനെയുള്ള ഒരു സമയത്ത് തന്നെയാണ് ഇപ്പോൾ ഇവിടെ ഈ സംസ്കാര ചടങ്ങുകൾ എറണാകുളത്ത് പൂർത്തിയായിരിക്കുന്നത്. ലക്ഷദ്വീപിൽ നിന്നും പള്ളിയുമായി ബന്ധപ്പെട്ട ആളുകൾ എല്ലാം തന്നെ അവരും എത്തിയിരുന്നു. അടുത്ത ബന്ധുക്കൾ, സുഹൃത്തുക്കൾ എന്നിവയും. അച്ഛൻ മുഹമ്മദ് നസീർ ഒപ്പം അമ്മയും ഇവിടെ എത്തി മകനെ ഒരു നോക്ക് കണ്ടു. അവിടെ സർക്കാർ ഉദ്യോഗസ്ഥ അഡ്മിനിസ്ട്രേഷൻ UD ക്ലർക്കായി ജോലി ചെയ്യുകയായിരുന്നു അമ്മ. അമിനി ദ്വീപിൽ നിന്നടക്കമുള്ള സുഹൃത്തുക്കൾ കൂടി ഇവിടെ എത്തി. അവരിൽ പലരും, ചിലർ അവിടെ ഒരുമിച്ച് പഠിക്കുന്ന ആളുകളുണ്ട്. PG വിദ്യാർത്ഥികളായ സീനിയറായ വിദ്യാർത്ഥികളുണ്ട്. അവരെല്ലാവരും തന്നെ ആ ഓർമ്മകളിൽ, അല്ലെങ്കിൽ ഓർമ്മകളിലും ആ നടക്കുന്ന വാർത്തയുടെ ആഘാതത്തിലും തന്നെയാണ് അവരെല്ലാവരും ഇപ്പോഴും ഉള്ളത് എന്നത് തന്നെയാണ് ഈ നിമിഷത്തിൽ മനസ്സിലാക്കുന്നത്. നിരവധി ആളുകൾ ഇവിടെ എത്തി അന്തിമോപചാരം അർപ്പിച്ചു. പ്രത്യേകിച്ച് മൃതദേഹം ഇവിടെ കൊണ്ടുവരുന്നത് അറിഞ്ഞ് മാർക്കറ്റ് റോഡിന്റെ പരിസരത്തിലും ഈ നഗരഭാഗത്തുമുള്ള ആളുകളും പൊതുപ്രവർത്തകരും എല്ലാം തന്നെ ഇവിടെ എത്തിയാണ് അന്തിമോപചാരം അർപ്പിക്കുകയും ചെയ്തത്. രോണി.